നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് കാണുന്നതാണ് നാളെ കാണുന്നില്ല എന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് കാണുന്ന റെസ്റ്റോറന്റ് നാളെ കാണാറുണ്ടോ? അത് വളരെ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ MG റോഡില് ഒരു 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എത്ര റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ഉണ്ട് എന്ന് പഴമക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടാവും ഈ പറയുന്നൊരു 35-40 കൊല്ലം മുമ്പായിരിക്കും. അല്ല 40 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ടാവും. അച്ഛന് ഗ്രാൻഡ് ഹോട്ടലും BTH ഒക്കെ അറിയുള്ളൂ അന്നത്തെ കാലത്ത്. ബാക്കിയൊക്കെ ഇവിടെ പോയി ഒരു സിലോൺ പിന്നെ സിദ്ദിഖാനൊക്കെ എഴുതാനിരുന്ന മയൂര പാർക്ക് എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേര് ആന്റോൺ അങ്ങനെ എന്തൊക്കെയാണ്. മാനേജ്മെന്റ് മാറി, രൂപങ്ങൾ മാറി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നോക്കൂ ബാക്കിയുള്ള ബിസിനസ്സുകൾ. ഇപ്പൊ ഒരു തുണിക്കട, ആ തുണിക്കട തലമുറകളായിട്ട് നിലനിന്ന് പോവാണ് പലതും. അല്ലെങ്കിൽ സ്വർണ്ണക്കട തലമുറകളായിട്ട് തലമുറകളായിട്ട് നിലനിൽക്കുന്ന എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്? വളരെ അപൂർവം. മൃണാളിൽ ഒരുപാട് സിനിമാ ബന്ധങ്ങൾ ഒരുപാടൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേര് സിനിമയിലുള്ളവരാണ്, അത്രേ. അങ്ങനെ ശരി. കുറച്ച് സിനിമയിൽ ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളെ മൃണാളിന് പരിചയമുണ്ട്. സുഹൃത്തുക്കളെ എങ്ങനെയാണോ പരിചയം? സുഹൃത്ത് സംഘത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരോടുള്ള സൗഹൃദം എന്തെങ്കിലും വിധത്തിൽ ഈ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു അഭിപ്രായ ശേഖരണം നടത്താറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അവസാനം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടി അയാള് എന്റെ ബിരിയാണി എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആ ബിരിയാണിനെ പറ്റി ഒരു സ്റ്റോറി പോലും എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. ആ പ്രമുഖ നടി കഴിക്കുന്നുണ്ടെന്നറിയോ? ഞാനല്ലേ എന്നെ വിളിച്ചിട്ട് ബിരിയാണി വേണം ചേട്ടാന്ന് പറയുമ്പോ ഞാനല്ലേ ഇത് കൊടുത്തു വിടണം, അപ്പൊ അവര് കഴിക്കുന്നുണ്ടാവില്ലേ? ഇതിലിപ്പോ പക്ഷെ അല്ല, സുഹൃത്തുക്കളായിട്ടുള്ളവർ അങ്ങനെ ഷെയർ ചെയ്യുമ്പോ ഉണ്ടാവുന്ന സന്തോഷം വലുതാണ്. അത് ബിസിനസ് അല്ലേ. ഇപ്പോ ഇവിടെ ന്യൂ പ്രോ സ്പോർട്സ് ഒരു കട, അപ്പൊ ഒരാള് ഇപ്പൊ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരാള് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചത് കൊള്ളാന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടാ മേ ബി ആ ബിസിനസിന് ഗുണം ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ, അത് വേറെ പ്രശ്നം. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഇതൊന്നും അല്ലാതെ എന്നോട് പറയാതെ തന്നെ ഓൺലൈനിലോ മറ്റോ ബിരിയാണി മേടിച്ചിട്ട് അതിന്റെ സ്റ്റോറി ഇടുന്ന ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെ ഇവരൊക്കെ സുഹൃത്തുക്കളായത് നാളെ ഇവര് ലോകം അറിയപ്പെടുന്ന സിനിമാക്കാരാവും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവും, അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളാവും. നാളെ ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോ അവരെനിക്ക് ഉപയോഗിക്കാം അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ പരിചയപ്പെടുന്നത്. ആണോ? നമ്മളാരെയും ഇവരൊക്കെ നാളെ ഈ പറയുന്ന പദവികളിൽ ഇല്ലാതായാലും അവരെന്റെ സുഹൃത്തുക്കൾ തന്നെയല്ലേ. അതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ അതല്ലേ ബന്ധം എന്ന് പറയുന്ന മനുഷ്യനായിട്ടല്ലേ, അല്ലാണ്ട് അയാളുടെ പദവിയായിട്ടോ അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലല്ലോ. വായന ചെറുപ്പത്തില് ഒരുപാട് സമയം കൂടെ ഉണ്ടായിരുന്ന ശീലമാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ വായിച്ചിട്ട് സേതുമാധവൻ സാറുടെ മാധവൻ സാറുടെ പുസ്തകം വായിച്ചിട്ട് അതിന്റെ ബിരിയാണി റെസിപ്പി ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ ഇത് പുസ്തകങ്ങള് ഞാൻ ബഷീറിന്റെ എല്ലാ സംഭവങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എവിടെയോ ഇതേപോലൊരു ബിരിയാണിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതില് ബിരിയാണി നല്ല എഴുതിയിട്ട് ഞാൻ ആ പുസ്തകം കണ്ടിട്ട് തന്നെ വർഷങ്ങളായിപ്പോ, പക്ഷെ എന്റെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്നത് ബിരിയാണി നീ അല്ല നീയാണ്. അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത് ഇയാൾ എന്താണ് ഇത് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളത് കൊണ്ട് എന്റെ മെമ്മറീസ് ഭക്ഷണമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നും ഈ പറയുന്ന റെസിപ്പി പെടൂല. പക്ഷെ എനിക്കതിലൊരു താല്പര്യമുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ആലോചിക്കൂ, ഒരു വളരെ കാര്യമായിട്ട് BJPയോട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു വിയറ്റ്നാം ടൂറിന് പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലേ അവിടെയുള്ളത്. അത് 7 ദിവസം വിയറ്റ്നാമിലുണ്ട്. എവിടെയോ ഒരു BJPയുടെ കൊടി കണ്ടു.
ചിലപ്പോ അദ്ദേഹം ജീവിതം മുഴുവൻ ആലോചിക്കുക വിയറ്റ്നാമിനെ കുറിച്ച് ആ കൊടി കണ്ട സ്ഥലമായിരിക്കും. അതെ 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 അതെ. സീയിങ് തിങ്സ് ആൻഡ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അതായത് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ കേൾക്കുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം, വായിക്കുന്നതെല്ലാം ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ താല്പര്യങ്ങളും കൂടെ അതിനെ സ്വാധീനിക്കും. എന്റെ താല്പര്യം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്കതില് അങ്ങനെ അങ്ങനെ അതിപ്പം ഒരുപാട് പുസ്തകങ്ങളിൽ പല എവിടെയെങ്കിലും ഒക്കെ അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എം മുകുന്ദന്റെ ഡൽഹി വായിക്കുന്നു, എന്നിട്ട് ഡൽഹി പോകണം തോന്നിയോ? അതിനു മുമ്പേ ഞാൻ ഡൽഹി പോയിട്ടുണ്ടല്ലോ. ഡൽഹി കഥകളല്ലേ പറയുന്നത്, ഞാൻ അതിനു മുമ്പ് ഡൽഹി പോയിട്ടുണ്ടല്ലോ. എം മുകുന്ദന്റെ പറയുന്ന ഒരു ഡൽഹി ഉണ്ടല്ലോ, ആ ഡൽഹി എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും താല്പര്യപ്പെടുക. ഇപ്പൊ എനിക്ക് ഡൽഹിയിൽ വളരെ ഹൈ പ്രൊഫൈൽ സുഹൃത്തുക്കൾ ഉണ്ട്, ഞാൻ അവരെ കാണാനല്ല താല്പര്യപ്പെടുക. ഞാൻ ആ ജുമാ മസ്ജിദിന്റെ ചുറ്റും കറങ്ങാനും ഏറ്റവും റോ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും. ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ നിർബന്ധമല്ല, പക്ഷെ പറ്റുന്നത് അതേ കഴിക്കുള്ളൂ. അത് തന്നെ ഈ പ്രാന്താവല ഗലിയിലൊക്കെ പോയിട്ട്, അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും, അവിടെ ഇപ്പൊ പിൻബലൂച്ചിയിൽ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ കൊണാട്ട് പ്ലേസിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ ഹൽദിറാമിലോ എവിടെയെങ്കിലും പോയാലും ഡൽഹി ഫ്ലേവറുള്ള ഫുഡൊക്കെ കിട്ടും, അതല്ല വിഷയം. പക്ഷെ ആ കരീംസിൽ പോയിട്ട്, ആ ജുമാ മസ്ജിദിന്റെ പുറകിലെ കരീംസിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു തിരക്കും ആ ഒരു പൊടിയും ആ ഒരു, അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം ഡൽഹി കുറച്ച് ബെറ്റർ ആയി, അത് സംഭവം ശരിയാണ്. പക്ഷെ ഞാൻ ഷീല ദീക്ഷിതിന്റെ കാലത്ത് ഡൽഹി പോയിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മോത്തി മഹലിൽ പോയിട്ട്, മോത്തി മഹൽ എന്ന് പറയുന്ന ഒരു അപ്മാക്കർ റെസ്റ്റോറന്റ് ആണ്, പക്ഷെ മോത്തി മഹലിന് ഒരു പഴമയുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. അത് അനുഭവിക്കണം എന്ന് എനിക്ക് നിർബന്ധം. ഇപ്പൊ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഐഫൽ ടവറിന്റെ മുമ്പിൽ നിന്ന് എത്ര തവണ ന്യൂയോർക്കിൽ പോയി, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുമ്പിൽ നിന്ന് എന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൗണ്ട് സീറോയില് പോയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് പിന്നെ ഭക്ഷണം വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരായിട്ട് റോട്ടിലിരിക്കുന്ന ആൾക്കാര്, പണ്ട് ആന്റണി ബോർഡൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സാധാരണ മനുഷ്യന്മാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. അവിടെ നിന്നാണ് നമുക്ക്, ഇപ്പൊ കൊച്ചിയിൽ ഒരാൾ വരികയാണ്, ഒരു രാജസ്ഥാനി എന്നുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗുജറാത്തി എന്നുള്ള മനുഷ്യൻ കൊച്ചിയിൽ വരികയാണ്. അയാൾക്ക് കൊച്ചിയിൽ ഇപ്പൊ ക്രൗൺ പ്ലാസ മുതൽ ഉടുപ്പി ഹോട്ടലിൽ വരെ താമസിക്കാം അല്ലെ. പക്ഷെ അയാൾ ക്രൗൺ പ്ലാസയിൽ താമസിച്ചാലും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടലിൽ താമസിച്ചാലും, അവന്യൂ റീജിയനിൽ താമസിച്ചാലും, പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഓയോ റൂമിൽ താമസിച്ചാലും, പിന്നെ എവിടെ താമസിച്ചാലും അയാൾ അവിടെ താമസിക്കുകയും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും, പിന്നെ മറ്റേ ഈ ഗൂഗിൾ മാപ്പോ ട്രിപ്പ് അഡ്വൈസറോ നോക്കിയിട്ട് ചുറ്റുമുള്ള ഇതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണവും കഴിച്ച് തിരിച്ച് രാജസ്ഥാനിൽ പോയി അയാൾ എന്താ പറയാ, കൊച്ചി ജയ്പൂരിന്റെ വേറൊരു അവിടെ മെട്രോ ഉണ്ട്, അങ്ങനെ കുറെ കോൺക്രീറ്റ് ആണ്, പിന്നെ ഭാഷ നമുക്ക് മനസ്സിലാവൂല, പിന്നെ തേങ്ങാപ്പാൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു സാധാരണ കൊച്ചിക്കാരൻ പോകുന്ന കടയിൽ പോയാല് ഈ തേങ്ങാപ്പാലേ നമ്മൾ കാണൂല. ഇപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ഹോട്ടലുണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് ഒരു വെയിറ്റ് ഏറിയ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പുട്ടും പുഴുങ്ങിയ പഴമൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഈ രാജസ്ഥാനി 7 ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇനി എവിടെ താമസിച്ചാലും അയാൾ ഈ പുഴുങ്ങിയ പഴം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അത് കാണണമെങ്കിൽ ഇപ്പം രാവിലെ ആ മാതാ ഹോട്ടലിൽ പോയിട്ട് ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആ ഒരു പ്ലേറ്റിൽ ഈ ഭക്ഷണമൊക്കെ വാങ്ങി ആ റോഡിന്റെ സൈഡിൽ നിന്ന് ആ ഒരു, അതല്ലേ യഥാർത്ഥ കൊച്ചി. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് നമ്മുടെ ആ കൂൾബാറിൽ പോയിട്ട് അവോക്കാഡോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കൂൾബാറിൽ പോയിട്ട് ഞാൻ പണ്ട് പോലെ ആലോചിച്ചു, ഈ പഴം ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പഴം കിട്ടുന്നത്. അവോക്കാഡോ അത്ര എളുപ്പമല്ല ഇന്ത്യയിൽ കിട്ടുന്നത്. ഈവൻ അവോക്കാഡോ ഇമ്പോർട്ട് തന്നെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വരെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെയല്ലേ കൊച്ചി. അല്ലെങ്കിൽ ആ ജങ്കാറി കയറി, ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജങ്കാറി കയറി നടന്ന് കുറച്ച് മുന്നോട്ട് പോയി നമ്മുടെ പൈയുടെ കഫേയിൽ പോയി ആ 7 രൂപയുടെ പഴംപൊരിയും കഴിച്ച് ആ ഒരു ചായയും കുടിച്ച് അത് ഫീൽ ചെയ്യാത്തടത്തോളം ഒരാള് കൊച്ചിയിൽ വന്നു എന്ന് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി പറ്റും. അതിപ്പോ ടെക്നിക്കലി ഇപ്പോ ഒരു വിമാനത്തിൽ കയറി കൊച്ചി വന്നു, എയർപോർട്ടിൽ തന്നെ താജ് ഉണ്ട്, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുന്നിൽ ഫ്ലോറയുണ്ട്, അല്ലെങ്കിൽ അവിടെ വില കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള കുറെ ഹോട്ടലുകൾ 2 ദിവസം അവിടെ താമസിച്ചു തിരിച്ചുപോയി. അത് ടെക്നിക്കലി കൊച്ചിയിൽ വന്നില്ലേ. പക്ഷെ അയാൾ കൊച്ചി കണ്ടോ?
ഇല്ല, കൊച്ചി കൊച്ചി അറിഞ്ഞില്ല. എന്തെങ്കിലും ആ എന്തെങ്കിലും അറിയാം കൊച്ചിനെ പറ്റിയിട്ട്? ഇല്ല. അത് കൊച്ചി കോർപ്പറേഷൻ പോലും അല്ല. അല്ലേ? ഇങ്ങനെയാണ് പലരും ടൂർ പോകുന്നത്. റോമിൽ പോകുന്നു, കൊളോസിയം കാണുന്നു, ഫ്രാൻസിൽ പോകുന്നു, പാരീസിൽ പോകുന്നു, മറ്റേ ഇവിടെ ഈ ഐഫൽ ടവർ കാണുന്നു, എന്നിട്ട് നേരെ ആംസ്റ്റർഡാമിൽ പോകുന്നു. ആ കനാലിന്റെ സൈഡിൽ ഒരു ഫോട്ടോ എടുത്ത് റെഡ് സ്ട്രീറ്റ് ഇങ്ങനെ ഇങ്ങനെ മറ്റേ ലൈറ്റ് ഡിസ്ട്രിക്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് നേരെ ലണ്ടനിൽ പോയിട്ട് ബിഗ് ബെന്നിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നിട്ട് പറയും ഞാൻ യൂറോപ്പ് കണ്ടു. എന്ത് കണ്ടു എന്നായി പറയാം? എനിക്കറിയാൻ പാടില്ല.